നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ഭക്തിസാന്ദ്രം. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിൽ മാതാവിന്റെ അനുഗ്രഹം തേടിയെത്തിയത് ആയിരങ്ങൾ. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയിൽ പങ്കെടുക്കുവാനും വൻ ഭക്തജന തിരക്ക്. അശാസ്ത്രീയ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്ന അണ്ടത്തോടി നിവാസികളെ NK അക്ബർ MLA ആക്ഷേപിച്ചുവെന്ന ആരോപണം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയ അനുഭവമായി. ലേ മിസറബിൾ വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് പുന്നിയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ഭക്തിസാന്ദ്രം. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിൽ മാതാവിന്റെ അനുഗ്രഹം തേടിയെത്തിയത് ആയിരങ്ങളാണ്. തിരുനാളിന്റെ പ്രധാന ചടങ്ങുകൾ നടന്ന ശനിയാഴ്ച രാവിലെ 5:45 ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണവും തുടർന്ന് 6 മണിക്ക് ദിവ്യബലിയും നടന്നു. രാമനാഥപുരം രൂപതയിലെ നവവൈദികരായ ഫാദർ മെൽവിൻ ചൊവലൂർ, ഫാദർ സച്ചിൻ കലിങ്ങൽ, ഫാദർ എഡ്വിൻ കൊമ്പൻ എന്നിവർ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് 5 തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യകാർമ്മികനായി കിരീട സമർപ്പണം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ നേർച്ചയൂട്ടിന്റെ ആശീർവാദവും നടന്നു. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേരുമത്സരവും ഉണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8:30-നും വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന നടന്നു. രാവിലെ 10-നും നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യകാർമ്മികനായി. ഫാദർ ലിജോസ് ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് തീർത്ഥകേന്ദ്രം ചുറ്റി ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണമുണ്ടായി. വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിലെ ദിവ്യബലിക്കു ശേഷം 6:45 ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30 മറ്റം ഇടവകാംഗമായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കുന്ന റാസ കുർബാന, ഓപ്പീസ് എന്നീ തിരുകർമ്മങ്ങൾ ഉണ്ടായിരിക്കും. രാവിലെ 11 മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, CK ജോയ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക്. 2 ദിവസങ്ങളിലായി നടന്ന ഊട്ടിൽ പങ്കെടുത്തത് 10,000-ങ്ങളാണ്. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ടാണ് ഊട്ടുസദ്യ ആരംഭിച്ചത്. തീർത്ഥകേന്ദ്രത്തിലെ തിരുകർമ്മങ്ങളുടെ ഭാഗമായി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ഊട്ടിന്റെ വെഞ്ചിരിപ്പ് നടന്നു. തുടർന്ന് ഭക്തജനങ്ങൾക്കായി ഭക്ഷണ വിതരണം ആരംഭിച്ചു. വാഗ മൂക്കോല കാണിയത്ത് മോഹനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം തയ്യാറാക്കിയത്. തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് വർഷങ്ങളായി ഭക്ഷണമൊരുക്കിയിരുന്ന അരിയന്നൂർ എലത്തൂർ സുരേന്ദ്രൻ നായരുടെ ഭാര്യ സഹോദരനായ മോഹനൻ, സുരേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് ഭക്ഷണം തയ്യാറാക്കുന്ന ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ 6 വർഷമായി മോഹനന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. പള്ളിയിലെ ഊട്ടായി ബന്ധപ്പെട്ട് കർണാടകയിൽ സുരേന്ദ്രേട്ടനാണ് പാചകം ചെയ്തത്. സുരേന്ദ്രേട്ടൻ്റെ സുരേന്ദ്രേട്ട അളിയനായ മോഹനൻ ഞാനാണ് ഭക്ഷണം പാചകം ചെയ്തത്. ഞാൻ 6 വർഷങ്ങളായി ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങിയിട്ട് തലേ ദിവസം ഒരു 12,000-13,000 ആൾക്കാണ് തലേ ദിവസം ഭക്ഷണം പാചകം ചെയ്യാറ്. അത് സാമ്പാർ, കായും പയറും ഉപ്പേരി, മത്തങ്ങയും പയറും പോലെ പിന്നെ മാങ്ങ അച്ചാറ് ആയിട്ടാണ് നമ്മൾ നിലവിൽ ചെയ്തു വരുന്നത്. ചോറ്, സാമ്പാർ, കായയും പയറും ഉപ്പേരി, മത്തങ്ങയും പയറും ഓലൻ, ചെത്തുമാങ്ങ അച്ചാർ എന്നിവയാണ് ഊട്ടുസദ്യയിലെ വിഭവങ്ങൾ. ശനിയാഴ്ച മാത്രം ഏകദേശം 10,000 കിലോയോളം അരിയാണ് ഭക്ഷണം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത്. 1000കണക്കിന് കിലോ പച്ചക്കറിയും കറികൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു.
തിരുകർമ്മങ്ങൾക്ക് ശേഷം ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാത്രി ഏറെ വൈകിയും ഭക്ഷണം കഴിക്കാൻ ഇടവക വിശ്വാസികൾക്ക് പുറമെ മറ്റിടങ്ങളിൽ നിന്നുള്ളവരും ഇതര മതസ്ഥരുമായ 10,000-ലേറെ പേരാണ് ഊട്ടിനെത്തിയത്. വലിയ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഊട്ട് കമ്മിറ്റി കൺവീനർ CT ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയതിനാൽ എല്ലാവർക്കും സുഗമമായി ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പാഴ്സൽ സൗകര്യവും ഊട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരുന്നു. മറ്റു വാർത്തകൾ. അശാസ്ത്രീയ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്ന അണ്ടത്തോട് നിവാസികളെ ആക്ഷേപിച്ചുവെന്നാരോപിച്ച് NK അക്ബർ MLA-ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടന്ന സംഗമത്തിൽ സമരസമിതി ചെയർമാൻ AM അലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ സമദ് അണ്ടത്തോട്, യഹിയ മന്ദലാംകുന്ന്, കമാൽ, NR ഗഫൂർ, പഞ്ചായത്ത് മെമ്പർമാരായ KH ആബിദ്, ഷാനിബ മൊയ്തുണ്ണി, കൺവീനർ AK മൊയ്തുണ്ണി, മുസ്തഫ കമാൽ എന്നിവർ സംസാരിച്ചു. CPI കുന്നംകുളം നിയോജകമണ്ഡലം സമ്മേളനം സമാപിച്ചു. മണ്ഡലം സെക്രട്ടറിയായി പ്രേംരാജ് ചൂണ്ടലാത്തിനെ തെരഞ്ഞെടുത്തു. പെരുമ്പിലാവിൽ നടന്ന സമാപന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും റവന്യൂ മന്ത്രിയുമായ K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല പ്രവർത്തകരെ പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം സെക്രട്ടറി ഷാജൻ അധ്യക്ഷനായിരുന്നു. വട്ടമാവിൽ 2 ദിവസങ്ങളിലായി നടന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സ്റ്റേറ്റ് കൌൺസിൽ അംഗങ്ങളായ മുൻ മന്ത്രി VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് രമേഷ് കുമാർ, KP സന്ദീപ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MR സോമനാരായണൻ, സതീശൻ, ഷീന പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. സത്താർ നീണ്ടൂർ, പുഷ്പ രാധാകൃഷ്ണൻ, രഞ്ജൻ മാത്യു എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. പുതിയ സെക്രട്ടറിയായി പ്രേംരാജ് ചൂണ്ടാലാത്തിനെയും 15-അംഗ മണ്ഡലം കമ്മിറ്റിയെയും 9-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ തല കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2025 സമാപിച്ചു. 2 ദിവസങ്ങളിലായി മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാമേളയിൽ ഗുരുവായൂർ CDS 1 ഓവറോൾ ചാമ്പ്യന്മാരായി. ഗുരുവായൂർ 2 റണ്ണറപ്പും കുന്നംകുളം 1 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ കോഗ്നിസന്റ് ഔട്ട്റീച്ചുമായി സഹകരിച്ച് ചിരിഗാമി എന്ന പേരിൽ കുട്ടികളുടെ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച കിരാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാസ്വേ പ്രവർത്തകരും കോഗ്നിസന്റ് ഔട്ട്റീച്ച് വളണ്ടിയേഴ്സും ചേർന്ന് നടത്തിയ ക്യാമ്പ് സ്കൂളിലെ അധ്യാപിക ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സഫ്ദർ ഹാഷ്മി സംസാരിച്ചു. 3D പ്രിന്റിംഗ്, ചിത്രരചന, ഒറിഗാമി നിർമ്മാണം, ടാൻഗ്രാം തുടങ്ങി നിരവധി വിജ്ഞാന വിനോദ പ്രവർത്തനങ്ങളും വിവിധതരം കളികളും നിറഞ്ഞ ചിരിഗാമി ക്യാമ്പിന് കൊഗ്നിസന്റ് ഔട്ട്റീച്ച് വളണ്ടിയർ മനുരാജ് രാജാമണികണ്ഠനും ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെയും നേതൃത്വം നൽകി. ലഹരിക്കെതിരെ കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി, കല്ലുംപുറം, കൊരട്ടിക്കര, കരിക്കാട് എന്നീ സെന്ററുകളിൽ കോൺഗ്രസ് ലഹരി വിരുദ്ധ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിച്ചു. തിപ്പലശ്ശേരി സെന്ററിൽ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നാസർ കല്ലായി, KA ശിവരാമൻ, KK റസാഖ്, മനീഷ്, MH ഹക്കീം, നിഹാൽ എന്നിവർ പങ്കെടുത്തു. കരിക്കാട് സെന്ററിൽ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേരള വർമ്മ കോളേജ് അധ്യാപകൻ അരുൺ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. അബൂ പുത്തൻകുളം, സുലൈമാൻ, റസാഖ് കരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലുംപുറം സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM മുഖ്യപ്രഭാഷണം നടത്തി. കുഞ്ഞു മുഹമ്മദ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, നാസർ കല്ലുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കര സെന്ററിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ അക്ബർ അലി മുഖ്യപ്രഭാഷണം നടത്തി. K കമറുദ്ദീൻ, ദീപൻ പാതാക്കര, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജ, ദേശ പൊങ്കാല എന്നിവ നടന്നു. നഗരസഭാ കൗൺസിലർ PK ശാന്തകുമാരി, മൗനയോഗി ഡോക്ടർ ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നദാനമുണ്ടായി. വൈകിട്ട് ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിളക്കുമാടം സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഭാരവാഹികളായ കലാനിലയം സുകുമാരൻ, കണ്ണൻ അയ്യപ്പത്ത്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി.
വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയ അനുഭവമായി. ലേ മിസറബിൾ വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് പുന്നയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലേ മിസറബിളെ. 1862 ഈ കൃതി പുറത്തിറങ്ങുന്നത്. പിന്നീട് 1863 അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസറബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു. 1925 പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാസങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാതയൊരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത്. സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. നോവലിന്റെ ദൃശ്യാഖ്യാനമാണ് അരങ്ങിലൂടെ എത്തിയത്. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായി കണക്കാക്കുന്ന ആ സാഹിത്യരൂപം തൃശൂർ നാടകസംഘം രംഗാഞ്ജലിയാണ് അരങ്ങിലെത്തിച്ചത്. നോവലിനെ ആസ്പദമാക്കി 7ഓളം കലാകാരന്മാർ ചേർന്നാണ് നാരായണൻ മാസ്റ്റർ എഴുതിയ കവിതാലാപനത്തോടും OC മാത്യുവിന്റെ സംഗീതത്തോടും കൂടി കഥാപാത്രങ്ങളെ പകർന്നാടിയത്. നോവൽ വിവർത്തനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പിൽ 12ൽ പരം ചിത്രകലാകാരന്മാർ പങ്കെടുത്ത ലൈവ് ചിത്രരചനകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ പൊതുയോഗവും ഉച്ചയ്ക്ക് സെമിനാറും നടന്നു. BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ അർബൻ മിഷൻ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 കോടി രൂപ പഞ്ചായത്തിന് നൽകിയിട്ടും AO നാക്കോല റോഡിന്റെ പണി 7 വർഷമായിട്ടും പൂർത്തീകരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി KD ബാബു, വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ദിലീപ്, ഹീര കൃഷ്ണദാസ്, ഷാജി തൃപ്പറ്റ്, KC രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ടത്തിനായി മൺചട്ടികൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മൺചട്ടികളുടെ ആദ്യഘട്ട വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, EK സുരേഷ്, ബബിത, കൃഷി ഓഫീസർ AV വിജിത എന്നിവർ സംസാരിച്ചു. 130 ഗുണഭോക്താക്കൾക്കാണ് ചട്ടികൾ നൽകിയത്. പോട്ടിംഗ് മിശ്രിതം നിറച്ച 25 മൺചട്ടികളും പച്ചക്കറി തൈകളും 1 യൂണിറ്റിൽ വിതരണം ചെയ്യും. 2 ദശാബ്ദത്തിലേറെക്കാലമായി ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ കാരുണ്യ പദ്ധതിയായ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോർ വിതരണം 1111 ദിവസത്തിലേക്ക് പ്രവേശിച്ചു. കൈരളി ജംഗ്ഷനിൽ നടത്തിയ ആഘോഷ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പൊതിച്ചോർ വിതരണം ചെയ്യുന്ന അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹെൽത്ത് കെയർ ക്ലബ് പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. കൌൺസിലർമാരായ KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, നടൻ ശിവജി ഗുരുവായൂർ, ഹെൽത്ത് കെയർ ക്ലബ്ബ് ട്രഷറർ P മുരളീധരൻ, സെക്രട്ടറി MA ആസിഫ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരിഭാസ്കർ, P സുനിൽകുമാർ, PM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൊതിച്ചോറ് വിതരണം ഏറ്റവും കൂടുതൽ ദിവസം സ്പോൺസർ ചെയ്ത ക്ലബ് അംഗം ജോസഫ് ബാബു, എല്ലാ ദിവസവും എത്തി പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PM ഷംസുദ്ദീൻ, നടപടിക്രമങ്ങൾ നിർവഹിക്കുന്ന പൊതിച്ചോറ് വിതരണം കൺവീനർ P സുനിൽകുമാർ, പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഗുരുവായൂരിലെ കുടുംബശ്രീ ജനകീയ ചുമതല വഹിക്കുന്ന റജീന എന്നിവരെ ആദരിച്ചു. വിശിഷ്ടാതിഥികൾ ചേർന്ന് പൊതിച്ചോറ് വിതരണത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. IACIയുടെ കീഴിലുള്ള കേരളത്തിലെ ഹെവൻസ് സ്കൂളുകളുടെ ഹെവൻസ് മെന്റേഴ്സ് സംസ്ഥാന സമ്മേളനം പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് മെന്റർമാർ കോൺഫറൻസിൽ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സംസ്ഥാന അമീർ P മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. IECI ചെയർമാൻ MK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. അനീസുദ്ദീൻ CH, ഡോക്ടർ മുഹമ്മദ് ബദി ഉസ്മാൻ,
TP സാജിദ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ മാനസികാരോഗ്യ വ്യക്തിത്വ വികസന മേഖലകളിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ചടങ്ങിൽ മികച്ച മെന്റർമാരെ ആദരിച്ചു. കലാപരിപാടികൾ ഉണ്ടായി. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വസന്തം പദ്ധതിക്ക് തുടക്കമായി. പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുവാൻ ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ചൂണ്ടൽ കാങ്കലാത്ത് വീട്ടിൽ സുകേഷിനിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, മറ്റ് ഭാരവാഹികളായ ബാലചന്ദ്രൻ പൂലോത്ത്, ഫ്രാൻസിസ് ജോസഫ്, ഭാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ 100 വീടുകളിൽ പുസ്തകങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ദൗത്യമാണ് വായനാ വസന്തം പദ്ധതിയിലൂടെ ചൂണ്ടൽ ഗ്രാമീണ വായനശാല ഏറ്റെടുത്തിരിക്കുന്നത്. വടക്കേക്കാട് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. 70ഓളം കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി 16-ാം വാർഡിൽ അബ്ദുൾ സലാമിന്റെ വസതിയിൽ ചേർന്ന വാർഡുതല യോഗം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് നബീലൻ MK ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രുക്മിയ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ശ്രീരാഗ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ഗീതാകുമാരി കർഷകരുടെ വിവരങ്ങൾ ശേഖരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ്, അബ്ദുൾ സലാം എന്നിവർ സംബന്ധിച്ചു. വാർഡ് കൺവീനർമാരായി അബ്ദുൾ സലാം, ജോമി എന്നിവരെ തെരഞ്ഞെടുത്തു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി 16-ാം വാർഡിൽ നൽകിയിട്ടുള്ള നീളൻ മുളക് കൃഷി വിജയകരമാക്കാൻ 70ഓളം കുടുംബങ്ങളാണ് മുന്നിട്ട് വന്നത്. സുരക്ഷിത പച്ചക്കറി ഉൽപാദനം, പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ ആകെ 16 വാർഡുകളിലായി 16 തരം പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ കുടുംബവും ചുരുങ്ങിയത് 1 യൂണിറ്റ് കൃഷി ചെയ്യേണ്ടതുണ്ട്. 1 യൂണിറ്റ് എന്നത് അവർക്ക് വാർഡിൽ അനുവദിച്ചിരിക്കുന്ന പച്ചക്കറിയുടെ ഹൈബ്രിഡ് തൈകൾ 25 എണ്ണവും ജൈവ കീടനാശിനിയും വളർച്ചാത്വരകവും സമ്പൂർണ്ണ ട്രൈക്കോഡർമ സമ്പുഷ്ടിത ചാണകവും അടങ്ങുന്നതാണ്. കൂടുതൽ യൂണിറ്റുകൾ കർഷകരുടെ കുടുംബങ്ങളുടെ ആവശ്യാനുസരണം അനുവദിക്കും. കുടുംബങ്ങൾക്ക് അവരവർക്ക് അനുവദിച്ചിട്ടുള്ള പച്ചക്കറിക്ക് പുറമെ മറ്റു വാർഡുകളിൽ അനുവദിച്ചിട്ടുള്ള പച്ചക്കറികളും ആവശ്യാനുസരണം കൃഷി ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയിലൂടെ പരമാവധി കുടുംബങ്ങൾ, സംഘടനകൾ, സ്കൂളുകൾ എന്നിവരുടെ പങ്കാളിത്തത്തിലൂടെ സുരക്ഷിതമായ പച്ചക്കറികൾ എല്ലാവർക്കും ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാസം തോറും മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള 1000 കുടം ജലധാര അഭിഷേകം നടന്നു. അഭിഷേകത്തിന് മേൽശാന്തി സുധീഷ് സൂര്യമംഗലം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാമജപത്തിന് ഹരിദാസ് ചെർമനങ്ങാട്, ബിന്ദു രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഉപദേശക സമിതി സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഉപദേശക സമിതി ഓഡിറ്റർ വിജയകുമാർ വെട്ടത്ത്, മഞ്ജു സുരേഷ്, SML ബാബു, ചന്ദ്രശേഖരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ചെറുമനങ്ങാട് സ്വദേശി PS ഐശ്വര്യയെ ഇടം സാംസ്കാരിക വേദി ആദരിച്ചു. പ്രസിഡന്റ് EK മിനി ഉപഹാരം സമർപ്പിച്ചു. സെക്രട്ടറി ഷൗക്കത്ത് കടങ്ങോട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫരീദ് അലി എരുമപ്പെട്ടി, ഷീജ റന്നി, നസീമ സാക്കീർ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കുന്ന 3ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ സെമി ഫൈനൽ മത്സരങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. കഴിഞ്ഞ മത്സരങ്ങളിൽ പന്തിന്റെ ചലനങ്ങളോടൊപ്പം താരങ്ങളുടെ മികവും ആരാധകരുടെ ആവേശവും സ്റ്റേഡിയത്തെ ഫുട്ബോൾ ഉത്സവത്തിന്റെ നിറം സാക്ഷ്യപ്പെടുത്തലായി. അവസാന ക്വാർട്ടർ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരായ KMPU രക്ഷാധികാരിയും കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ C മൂസ പെരിങ്ങോട്, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, KMPU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, അംഗങ്ങളായ TV അബൂബക്കർ, ഷിബിൻ കോക്കാട്, മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് അംഗം സുധീഷ് എന്നിവർ മുഖ്യാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ത്രെഡ് വർക്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ രേവന്ത് എടപ്പാൾ തയ്യാറാക്കിയ CR7ന്റെ ഫോട്ടോ ക്ലബിന് കൈമാറി. പാലക്കാട് ജില്ലാ ടീമിലെ അംഗം സഞ്ജയ് കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു. അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഫിഫ മഞ്ചേരിയും FC തെന്നലയും തമ്മിൽ ഏറ്റുമുട്ടി 1-2 ഗോളുകൾക്ക് ഫിഫ മഞ്ചേരി വിജയിച്ച് സെമിയിലേക്ക് പ്രവേശിച്ചു. മെയ് 5 തിങ്കളാഴ്ച രാത്രി ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ സബാൻ കോട്ടയ്ക്കലും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആയിരങ്ങളാണ് രാത്രിയിൽ കാൽപന്ത് കളിയുടെ കരുത്തും സുന്ദര ചുവടുകളും കാണാൻ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2025 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്,
കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ, ടി എ രണദിവെ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. കുന്നംകുളം നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം ഭദ്രാസന നവജ്യോതിസ് കലോത്സവം 2025 സംഘടിപ്പിച്ചു. ആർത്താറ്റ് അരമന ഓഡിറ്റോറിയത്തിൽ നടത്തിയ കലോത്സവം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും നർത്തകിയുമായ ഡോക്ടർ പ്രിയ അരുൺനാഥ്, ഗായികയും ആർട്ടിസ്റ്റുമായ ഡോക്ടർ പ്രീന സ്നേഹൽ എന്നിവർ മുഖ്യാതിഥികളായി. മുൻ വൈസ് പ്രസിഡന്റ് ഫാദർ ലൂക്ക് ബാബുവിനെ ആദരിച്ചു. വൈദിക സംഘം സെക്രട്ടറി ജോൺ ഐസക്, നവജ്യോതി മോംസ് ആനിമേറ്റർ ജ്യോതി പി തമ്പി, ഭാരവാഹികളായ മേരി ജോസ്, ജീന ജോസ് എന്നിവർ സംസാരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച സംഘടനയാണ് നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റി. അന്നഗര ആഞ്ജനേയ ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2ാമത് കളത്തിപ്പറമ്പിൽ മാധവൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയും മർഹബ ഡീസൽ ദുബായ് സ്പോൺസർ ചെയ്യുന്ന റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഫ്ലഡ് 5 ടൂർണമെന്റ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ചാവക്കാട് താലൂക്ക് വൈസ് പ്രസിഡന്റ് ലെനിൻ തെക്കൂട്ടയിൽ, ബാലസംഘം രക്ഷാധികാരി സജീവ് മാധവൻ, സെക്രട്ടറി ഷമീർ എന്നിവർ സംസാരിച്ചു. 16 ടീമുകൾ 4 ഗ്രൂപ്പുകളായിട്ടാണ് മത്സരിച്ചത്. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയും ദീർഘകാലം ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PC ജോസഫിന്റെ 22ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ലോക്കൽ പരിധിയിലെ ബ്രാഞ്ചുകളിൽ രാവിലെ പതാക ഉയർത്തലും പ്രഭാതപേരിയും അനുസ്മരണ യോഗവും നടന്നു. ചിറ്റാറ്റുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ, എളവള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KM പരമേശ്വരൻ, TK ചന്ദ്രൻ, PV അശോകൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, തുളസി രാമചന്ദ്രൻ, CF രാജൻ, കൃഷ്ണൻ തുപ്പത്ത് എന്നിവർ സംസാരിച്ചു. ചർമ്മം കുന്നംകുളം മാർ ഗ്രിഗോറിയോസ് റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ ഉട്ടൂപ്പ് ഭാര്യ കുഞ്ഞാത്തിരി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. തങ്കമണി, മീന എന്നിവർ മക്കളാണ്. വാഗ പുളിപ്പറമ്പിൽ ശങ്കരൻ മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ വാതക ശ്മശാനത്തിൽ നടന്നു. കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ ജോർജ് മകൻ തമ്പി മാസ്റ്റർ നിര്യാതനായി. 72 വയസ്സായിരുന്നു. പെങ്ങമുക്ക് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പെങ്ങമുക്ക് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക സൂസന്ന ഭാര്യയും ജിനോ മകനുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ഭക്തിസാന്ദ്രം മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിൽ മാതാവിന്റെ അനുഗ്രഹം തേടിയെത്തിയത് ആയിരങ്ങൾ. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയിൽ പങ്കെടുക്കുവാൻ വൻ ഭക്തജന തിരക്ക്. അശാസ്ത്രീയ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്ന അണ്ടത്തോട് നിവാസികളെ NK അക്ബർ MLA ആക്ഷേപിച്ചുവെന്ന ആരോപണം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയ അനുഭവം. ലേമിസറബിൾ വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് പുന്നയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.